ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. എനിക്കറിയാം നമ്മൾ ഈ മാസം സെയിൽസ് വീഡിയോ ചെയ്തിരിക്കുന്ന കുറവാണ്, അതുകൊണ്ട് മാസം തീരുന്നതിന് മുന്നേ നമ്മൾ ഒരു സെയിൽസ് വീഡിയോ കൂടി ചെയ്തിരിക്കുകയാണ്. അതും 4.5 to 4.8 മീറ്റേഴ്സിനിടയിൽ സെയിൽസ് ഉള്ള SUVസിൻ്റെ സെയിലാണ് എടുക്കുന്നത്. ഇവിടെ തന്നെ നമ്മുടെ 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സെട്രിൻ്റെ C5 എയർക്രോസ് ആണ്. ഈ വണ്ടി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത്ര വലിയ ഡിമാൻഡിലല്ല. കഴിഞ്ഞ മാസം 2 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. നമ്മളിതിനെ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും ജാനുവരി 2026 ഈ വാഹനത്തിന് 2 വണ്ടികളുടെ സെയിൽ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല, എക്സാക്ട്ലി സെയിം ആണ്. സോ ഗ്രോത്തും ഇല്ല ഡീഗ്രോത്തും ഇല്ല, എല്ലാം സെയിം. ഏതായാലും ഇനി നമ്മുടെ അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടിഗ്വാൻ്റെ R-Line ആണ്. ഈ വണ്ടി ജസ്റ്റ് അവർ ഇമ്പോർട്ടായിട്ട് കൊണ്ടുവന്നാണ് നമ്മുടെ ഗോൾഫ് GTA പോലെ. ഇപ്പം എന്തായാലും ഈ വണ്ടി ഇവിടുന്നും അവർക്കില്ലെന്നാണ് പറയുന്നത്. അതായത് പുതിയത് വിൽക്കാൻ സംഭവമില്ല, ഡീലർഷിപ്പിൽ സ്റ്റോക്ക് ആയിട്ട് ബാക്കിയുള്ള ഉള്ള വണ്ടികളേ ഉള്ളൂ. കഴിഞ്ഞ മാസം 23 വാഹനങ്ങളുടെ സെയിലും ജാനുവരിയിൽ 34 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 11 വാഹനങ്ങളുടെ വ്യത്യാസം 32.35% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഒരു വണ്ടി ഇതാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, അതായത് സെയിൽസ് അങ്ങനെ ബാധിക്കുന്നില്ല, കാരണം CBU ആണ്. നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ജീപ്പ് കോമ്പസ് ആണ്. ഇതിൻ്റെ സെയിൽസ് എന്തായാലും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, കാരണം ഇതിവിടെ ലോക്കൽ അസംബ്ലി ചെയ്യുന്നൊരു വാഹനമാണ്, അതായത് CKD യൂണിറ്റ് പോലെ. പക്ഷേ ഇപ്പോൾ അവർ കുറേയൊക്കെ ഇതിൻ്റെ ലോക്കലൈസ്ഡ് പ്രൊഡക്ഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ കഴിഞ്ഞ ദിവസം 92 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജാനുവരിയിൽ 180 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 17 വാഹനങ്ങളുടെ വ്യത്യാസം 15.6% ഡീഗ്രോത്ത് റേറ്റും. ഈ വണ്ടി ഒരു കാലത്ത് 1000-നടുത്തൊക്കെ വിറ്റുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ പിന്നെ ജീപ്പിന് തന്നെ താല്പര്യമില്ല വണ്ടി വിൽക്കാൻ, അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ്സും ഇല്ല, വണ്ടിക്ക് അധികം സെയിലും ഇല്ല. അതുകൊണ്ട് ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല, ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. അടുത്ത വാഹനം നമ്മുടെ ഫോക്സ്വാഗൻ്റെ പുതിയ ടൈറോൺ R-Line ആണ്. ഈ വണ്ടി ജസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ളൂ. കഴിഞ്ഞ മാസം 113 വാഹനങ്ങളുടെ സെയിലും അതിന് മുന്നേ ജാനുവരിയിൽ 5 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 108 വാഹനങ്ങളുടെ വ്യത്യാസവും 2160% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ഈ ലിസ്റ്റിലപ്പോൾ ഡെഫിനറ്റ്ലി എങ്ങനെയായാലും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഈ വണ്ടിക്കാണ്. പക്ഷേ കഴിഞ്ഞ മുന്നത്തെ മാസം അവർ പ്രോപ്പറായിട്ട് ഇതിന് അസംബ്ലിങ് തുടങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരം കുറവ് സെയിൽ. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടി അവർ CKD ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ടൈറോൺ R-Line കംപ്ലീറ്റ്ലി CKD, മറ്റത് അതായത് ടിഗ്വാൻ R-Line കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ടയറിന് കമ്പാരിറ്റീവ്ലി കുറച്ച് വിലക്കുറവും അതുപോലെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൂടുതലും അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. ഇനി അതാണ് നമ്മുടെ ഫോക്സ്വാഗൻ്റെ കേസ്. ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്നതാണ് ജീപ്പ് മെറിഡിയൻ ആണ്. ഇതിനെങ്ങനെയാണ് ഇപ്പോൾ കോമ്പസിലും കൂടുതൽ സെയിൽ കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കാരണം തേർഡ് റോ ടോട്ടൽ യൂസ്ലെസ് ആണ്. കഴിഞ്ഞ മാസം 124 വാഹനങ്ങളുടെ സെയിലാണ് അതിന് കിട്ടിയത്. ജാനുവരിയിൽ 81 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 43 വാഹനങ്ങളുടെ വ്യത്യാസം 53.79% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളോ അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണല്ലോ എന്ന് വിചാരിക്കും, പക്ഷേ അല്ല. കാരണം 2000 തന്നെ നിങ്ങൾ റഷ്യൻ ഗ്രോത്ത് റേറ്റ് കണ്ടല്ലോ. അതല്ലാതെ 400-200 ഒക്കെ ഗ്രോത്ത് വന്നിരിക്കുന്ന വേറെ വാഹനങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ്വാഗൻ്റെ എന്തൊക്കെ ടിഗ്വാനും ടൈറോണും ഒക്കെ വന്നാലും നമ്മുടെ സ്കോഡയുടെ കോഡിയാക്കാണ്. ഇതിന് കഴിഞ്ഞ മാസം 146 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ 139 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 7 വാഹനങ്ങളുടെ വ്യത്യാസം 5.04% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ സ്കോഡയുടെ പുതിയ കോഡിയാക്ക്. ഈ വാഹനം ടൈറോൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിട്ട് തോന്നിയേക്കാം, പക്ഷേ സ്റ്റിൽ ഇതിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറവാണ്. സോ അത് ഇതിൻ്റെ അഡ്വാൻറ്റേജിൽ പോകും. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ Alcazar ആണ്. ഇതിന് കഴിഞ്ഞ മാസം 907 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ 962 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 55 വാഹനങ്ങളുടെ വ്യത്യാസം 5.72% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഹൈ ഡീഗ്രോത്ത് റേറ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാൽ പോലും ഇത് ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു 7 സീറ്റർ വാഹനമാണ്. ക്രെറ്റയ്ക്ക് എല്ലാ മാസം 18,000-ന് മുകളിലാണ് സെയിൽ കിട്ടുന്നത്. പക്ഷേ അതേസമയം അതിൻ്റെ ഒരു 7 സീറ്റർ വണ്ടിക്ക് 1000 പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് സാഡാണ്. കാരണം പ്രത്യേകിച്ച് അവരിതിൻ്റെ പുതിയ ക്രെറ്റയ്ക്ക് കൊടുത്ത പോലെ ജനറേഷൻ അപ്ഡേറ്റ് എല്ലാം കൊടുത്താണ്. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MG ഹെക്ടറും ഹെക്ടർ പ്ലസും ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1204 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നല്ലൊരു ബൂസ്റ്റാണ് ഹെക്ടറിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഈ അടുത്ത് അവരെന്തോ ഒരു അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഗ്രില്ലൊക്കെ മാറ്റി എന്തൊക്കെയോ ചെയ്തിട്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം വെറും 334 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 870 വാഹനങ്ങളുടെ വ്യത്യാസം 260.48% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. സോ ഓവറോൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് ഹെക്ടറിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത വാഹനം നമ്മുടെ ടാറ്റയുടെ സഫാരിയാണ്. ഇതിന് കഴിഞ്ഞ മാസം 1650 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ 2375 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 725 വാഹനങ്ങളുടെ വ്യത്യാസം 30.53% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ടിഗ്വാൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി നമ്മുടെ സഫാരിയാണ്. ടിഗ്വാൻ പിന്നെ അത്രയും ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഡിഫറൻസ് വന്നത്. ഇത് പക്ഷേ ഇത്രയും ഹൈ വോളിയം കമ്പാരിറ്റീവ്ലി അത്യാവശ്യം വോളിയം സെയിൽസ് കൂടുതലാണല്ലോ, എന്നിട്ട് പോലും ഇത്രയും ഡീഗ്രോത്ത് വന്നു എന്ന് പറയുന്നത് അഗെയിൻ കുറച്ച് സാഡാണ്. ഇനി നമ്മുടെ അടുത്ത വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV9e ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1889 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇത് ഇലക്ട്രിക് മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും സഫാരിയേക്കാൾ സെയിലുണ്ട്.
ജാനുവരിയിൽ ഈ വാഹനത്തിന് 1945 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 56 വാഹനങ്ങളുടെ വ്യത്യാസവും 2.88% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഡീഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട ഫോർച്യൂണർ ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 3076 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ 3046 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 30 വണ്ടികളുടെ വ്യത്യാസവും 0.98% ഗ്രോത്ത് റേറ്റും. നല്ല പീക്ക് ലെവൽ കൺസിസ്റ്റൻസിയിലാണ് ടൊയോട്ട ഫോർച്യൂണർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിലും കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും പ്രൈസുള്ള ഒരു വണ്ടിക്ക് ഇനി സെയിൽസ് കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്ലോസ്റ്ററൊക്കെ എവിടെയാണെന്ന്. ഗ്ലോസ്റ്ററിന് തന്നെ ഈ അടുത്ത് നമുക്കിനി മജസ്റ്റർ ഇറങ്ങാൻ പോകുന്നില്ല, അതുകൊണ്ട് അവരെൻ്റെ പ്രൊഡക്ഷനും ചവിട്ടിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസം 0 ആണ് അതിൻ്റെ സെയിൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ ലിസ്റ്റിൽ കാണിക്കാതെ ഇരുന്നത്. ഫോർച്യൂണറിൻ്റെ കാര്യത്തിൽ എന്തായാലും കോമ്പറ്റീഷനേ ഇല്ല. എൻഡവറും കൂടെ പോയ സ്ഥിതിക്ക് പിന്നെ എല്ലാ മാസവും കോൺസ്റ്റൻ്റ് ആയിട്ട് 2500, 3500 ആ റേഞ്ചിലാണ് സെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ഹാരിയർ ആണ്. സഫാരിയുടെ സെയിൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലും ഹാരിയറിൻ്റെ സെയിൽ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. 3906 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ജാനുവരിയിൽ 3711 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 615 വാഹനങ്ങളുടെ വ്യത്യാസം 16.57% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ 3000-ന് മുകളിൽ സെയിൽ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇടയ്ക്കൊരു കാലത്ത് ഹാരിയറിൻ്റെ സെയിൽ നന്നായിട്ട് കുറഞ്ഞായിരുന്നു EV ഇറങ്ങുന്നതിന് മുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും കുറച്ചും കൊണ്ടൊന്ന് കയറിയിരിക്കുന്നത്. കാരണം സഫാരിക്കായിരുന്നു കമ്പാരിറ്റീവ്ലി കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എല്ലാം കൂടെ ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമ്മളെന്തായാലും ടോപ്പ് 3 കയറുകയാണ്. ഇവിടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XEV 9S ആണ്. 9നേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ സെയിൽ 9Sന് കിട്ടുന്നുണ്ട്. കാരണം 7 സീറ്റർ ആണ്. നമുക്ക് ആകപ്പാടെ 3 7 സീറ്റർ വാഹനങ്ങളെ EV കാറ്റഗറിയിൽ കിട്ടുന്നുള്ളൂ. കിയയുടെ കാരൻസ് ക്ലാവിസ് EV ഉണ്ട്, പിന്നെ BYD E-Max 7 ഉണ്ട്, പിന്നെ ലാസ്റ്റ് വരുന്ന ഈ വണ്ടിയാണ്. അതിൽ ഏറ്റവും പ്രീമിയം സൈസ് കൂടുതലുള്ളൊരു വാഹനം ഇതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ല സെയിൽ കിട്ടുന്നത്. കഴിഞ്ഞ മാസം 3539 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. 612 വാഹനങ്ങൾ സെയിൽ ജാനുവരിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും നമുക്ക് ആ വ്യത്യാസം. 2927 വാഹനങ്ങളുടെയും ഗ്രോത്ത് വന്നിരിക്കുന്നത് 478.27% ആണ്. രണ്ടാമതായി ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും ഇത് തന്നെയാണ്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ XEV 9Sന് സ്വന്തം സഹോദരനായ XEV 7X ആണ്. ടെക്നിക്കലി 7Xയുടെ ഒരു ഇലക്ട്രിക് വേർഷനാണ് XEV 9S, പക്ഷേ പ്ലാറ്റ്ഫോം ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. 9112 വാഹനങ്ങൾ സെയിലാണ് 7Xയ്ക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. ജാനുവരിയിൽ 10133 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1021 വാഹനങ്ങളുടെ വ്യത്യാസവും 10.08% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അഗൈൻ ഈ സെഗ്മെൻറ്റിൽ ഇത്രയും കൂടുതൽ സെയിൽ കിട്ടുന്ന 10,000-നടുത്തൊക്കെ സെയിൽ കിട്ടുന്ന വേറെ ഒരു വണ്ടിയില്ല. സഫാരി, ഹാരിയർ എന്തൊക്കെ എടുത്താലും ആ റേഞ്ചിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്ര തന്നെയാണ്. നമ്മുടെ സ്കോർപിയോ N ആണ് അവിടെ ഇരിക്കുന്നത്. 14,665 വാഹനങ്ങളുടെ സെയിലാണ് അതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. ജാനുവരിയിൽ 15,542 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 877 വാഹനങ്ങളുടെ വ്യത്യാസവും 5.64% ഡീഗ്രോത്ത് റേറ്റുമാണ് അതിനും വന്നിരിക്കുന്നത്. ഈ വണ്ടിയും ഇതിന് സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടുതൽ സെയിൽ കിട്ടുന്ന വേറെ വണ്ടികളൊന്നും ഇല്ല. സോ ടോപ്പ് 3 പൊസിഷൻസ് എല്ലാം മഹീന്ദ്ര അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് 30 lakhs-നടുത്തൊക്കെ പ്രൈസ് വരുന്ന വണ്ടികളുടെ കേസിൽ മഹീന്ദ്രയുടെ ഒരു പിടിപാട്. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 15 4.5 to 4.8 മീറ്റേഴ്സിനിടയിലുള്ള വാഹനങ്ങൾ സെയിൽ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ്, ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.